Hello guys, welcome back to my channel. It's me, Lebens vlog. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണി ആയതുകൊണ്ട് ഇതിലെന്തോ ഞാൻ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നുണ്ടത്. ഇല്ല, ഞാൻ ഒന്നും ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്, സാധാരണ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂട്ടുകളാണ്. പക്ഷേ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, അത് ഉണ്ടാക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ബിരിയാണി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലും ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കാണാൻ മറക്കല്ല എന്തായാലും. പിന്നെ അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന ടൈം കുറച്ച് കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ആ ടൈമിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ക്ലീനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ചോറുണ്ടാക്കുക, തേനുണ്ടാക്കുക, അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മീഡിയം സൈസ് ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമാറ്റി വെച്ചതാണിത്. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം, നല്ല പ്യൂരാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ബിരിയാണിൻ്റെ സ്പെഷ്യാലിറ്റി, നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മസാല ഉണ്ടാക്കും, അതായത് ഗ്യാസ് സ്റ്റോവിൽ മസാല ഉണ്ടാക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിൻ്റെ മസാല വേറെ തന്നെ മസാലയാണ്. അപ്പോൾ മസാലയ്ക്ക് ഞാനിവിടെ ബീഫ് ഒരു പാത്രത്തിലെടുത്ത് നന്നായിട്ടൊന്ന് ലെയേഴ്സ് ആക്കി വെക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ആക്കി ഇട്ട് കൊടുക്കുക. അതായത് ഈ പാൻ ചൂടാക്കുക ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നിങ്ങൾ ദമ്മിടാൻ യൂസ് ചെയ്യുന്ന വിചാരിച്ച പാത്രം തന്നെ എടുക്കാം കേട്ടോ. പിന്നെ ആദ്യം ബീഫ് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ബീഫ് എന്തായിട്ട് ഞാൻ ഒരു ലെയറാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി ഇതേപോലെ നന്നായിട്ട് പീനിച്ച് മീഡിയം സൈസ് ഉള്ളി, 4 മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ച ആ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് കൊടുക്കുക. എല്ലാം ഒരുമിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജ്യൂസ് അടിച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം, ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ ബിരിയാണി മസാലകളോ അല്ലെങ്കിൽ വേറെ ഒരു പൗഡേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ ഞാൻ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ്. പിന്നെ അതിലേക്ക് മസാല, ഗരം മസാലയ്ക്ക് ഞാനിപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുകളിലേക്ക് ഇട്ട്, അതായത് ഗരം മസാല പൗഡർ ആഡ് ചെയ്യുന്നില്ല, ഇതിന് ആഡ് ചെയ്യുന്നില്ല. പക്ഷെ നല്ല മണമാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതിന് മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ മാക്സിമം ഈ ഒരു ലെയർ, അതായത് ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് ഒരു വെള്ളം വരുന്നത് വരെ, ബീഫിൽ നിന്ന് വെള്ളം വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ശേഷം ഇത് ലോ ഫ്ലെയിമിൽ അത് അങ്ങനെ തന്നെ വെക്കുക, ഇളക്കുകയോ ആക്കുക ഒന്നും വേണ്ട, അങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 1.5-2 മണിക്കൂറോളം നിങ്ങൾ വെക്കുക. നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ അതവിടെ വെക്കുക. ഓക്കെ. ശേഷം ചോറുണ്ടാക്കാം നമുക്ക്. അപ്പോൾ ചോറുണ്ടാക്കും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉള്ളി, എണ്ണ ഒഴിച്ച് ഉള്ളി ഫ്രൈ ചെയ്യാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ആ ഹോൾ ഉള്ളി, അതായത് എല്ലാ ഉള്ളിയും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വെള്ളം കൂടി ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിൽ നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ഇതങ്ങനെ ആഡ് ചെയ്യുന്നില്ല, സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള പച്ച വെള്ളമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളക്കാൻ വെക്കാം. വെള്ളം ആ സമയം കൊണ്ട് നമുക്ക് തേരുണ്ടാക്കാം. തേരിലേക്ക് ഞാനിപ്പോൾ 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊരു ജാറിലേക്ക് ഇട്ട്, പിന്നെ 2 പച്ചമുളകും, പിന്നെ തേരും, പിന്നെ കുറച്ച് കടുകും ഉപ്പും ഇട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. ഇത് നിങ്ങൾ ആക്കുന്നേർക്കും നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ തേരുണ്ടാക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഉപ്പിട്ട് നന്നായിട്ട് ജ്യൂസ് അടിക്കാം. പിന്നെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ തിളക്കുന്നതിലേക്ക് കറിവേപ്പിലും പിന്നെ ഒരു കഷ്ണം നാരങ്ങ ഇതേപോലെ റൗണ്ടായി കട്ട് ചെയ്ത് ഉപ്പും നിങ്ങൾക്ക് ആവശ്യമുള്ള അരിയും ഇട്ട് നിങ്ങൾക്ക് ചോറാക്കിയെടുക്കാം. ഇളക്കി ഒന്ന് നന്നായിട്ട് നെയ്ച്ചോറാക്കിയെടുക്കാം. ശേഷം ക്ലോസ് ചെയ്ത് അതവിടെ വെക്കാം. പിന്നെ നമ്മളെ പ്യൂരി, അതായത് തേര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേരിലേക്ക് നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച് നമ്മൾ കക്കിയിലേക്ക് നമ്മൾ തേരിന് മിക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് വേണം അത്രത്തോളം നിങ്ങൾ തേരിട്ട് അത് ലൂസാക്കി എടുക്കുക, വെള്ളം ഒഴിക്കാൻ വേണം. അപ്പോൾ അങ്ങനെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടിപൊളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് സൈഡോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ബീഫ് എല്ലാം സെറ്റ്, എല്ലാം ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ദം ഇടുന്ന രീതി നോക്കാം. അപ്പോൾ ദം ഇടുമ്പം ഞാനിപ്പോൾ 2 മിനിറ്റ് മറ്റേ നമ്മളെ
ബീഫിന് വെള്ളം വറ്റി ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ എന്ന മാതിരി കറിവേപ്പിലും മല്ലിച്ചപ്പും ചെറുങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ബീഫ് ദമ്മിടുന്നിപ്പം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം. സ്വതവേ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പം ചോറിട്ട് ബീഫിട്ട് ചോറിടലാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ദമ്മിടുന്ന രീതി എൻ്റെ ഡിഫറെൻ്റ് ആണ്, സ്റ്റെപ്പൊക്കെ ഡിഫറെൻ്റ് ആണെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ബീഫ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം മുകളിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പില ഇട്ട് ശേഷം നമുക്ക് വേണ്ട എല്ലാ ചോറും ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് വീണ്ടും മല്ലിച്ചപ്പും പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില പിന്നെ കറിവേപ്പില ഇട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം, ഒന്ന് ഗാർണിഷ് ചെയ്യാം. ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ദമ്മ് ഒരു 10 മിനിറ്റ് ദമ്മ് വെക്കാം, ചെറിയ തീയിൽ വെക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് അടി കത്തിപ്പോവുകയും ചെയ്യില്ല. ബീഫിൽ നിന്നും പിന്നെ ഉള്ളീൻ്റെ ഒക്കെ ആ ഒരു നീരാവി, അതായത് ചൂട് നീരാവി ഉണ്ടല്ലോ, ആ നീരാവി മുകളിലേക്ക് വന്ന് ചോറിലേക്ക് പിടിച്ചിട്ട് അടിപൊളി ബിരിയാണി. അതാണ് ഇതിൻ്റെ ഒരു പാകം, അതാണ് അവിടെ വയ്ക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി വെക്കണം. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.